നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ എലക്ഷൻ കമ്മീഷൻ്റെ രണ്ടാം ഭാഗമാണ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇന്ന് എലക്ഷൻ കമ്മീഷൻ്റെ വിഷൻ, മിഷൻ, അതേപോലെ തന്നെ ഗൈഡിങ് പ്രിൻസിപ്പിൾസ്, അതേപോലെ തന്നെ പല ഉദ്യോഗസ്ഥർ ഉണ്ടല്ലോ ഇലക്ഷൻ കമ്മീഷനിൽ. ഇപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ, അതേപോലെ തന്നെ പ്രിസൈഡിങ് ഓഫീസർ, റിട്ടേണിംഗ് ഓഫീസർ, ARO, ERO, അങ്ങനെ പല ഓഫീസേഴ്സ് ഉണ്ട്. അതേപോലെ ഒബ്സർവേഴ്സ് ഉണ്ട്, ഇലക്ഷൻ്റെ ഷെഡ്യൂള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ശരിക്കും ഒരു ഇലക്ഷൻ്റെ പ്രൊസീജിയർ എന്താണ് എന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ വിഷനെ പറ്റി പറയാം. അപ്പോൾ ആദ്യം വിഷൻ, മിഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ്, അതിൻ്റെ അകത്തുള്ള വിഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇലക്ടറൽ ഡെമോക്രസി സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എൻഹാൻസ് ചെയ്യുക, അതുവഴി ഇലക്ടറൽ ഡെമോക്രസി സ്ട്രെങ്തൻ ചെയ്യുക, ഇതാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഈ ആക്റ്റീവ് എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലോക്സഭാ ഇലക്ഷനും രാജ്യസഭാ ഇലക്ഷനും ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇപ്പോൾ ലോക്സഭാ ഇലക്ഷന് നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് വോട്ട് ചെയ്ത് നമ്മുടെ ജനപ്രതിനിധികളെ തീരുമാനിക്കുന്നത്. പക്ഷേ രാജ്യസഭാ ഇലക്ഷന് നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണോ വോട്ട് ചെയ്യുന്നത്? അല്ല. അപ്പോൾ ഈ ഒരു കേസാണ് നമുക്ക് ആക്റ്റീവ് സിറ്റിസൺഷിപ്പ്, അല്ലെങ്കിൽ ആക്റ്റീവ് സിറ്റിസൺഷിപ്പ് വേണ്ട, ആക്റ്റീവ് പാർട്ടിസിപ്പേഷനും പാസീവ് പാർട്ടിസിപ്പേഷൻ എന്നും പറയുന്നത്. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ജനങ്ങൾ, നമ്മൾ ഓരോ ജനങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ പൗരന്മാർ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ആക്റ്റീവ് എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആക്റ്റീവ് എൻഗേജ്മെന്റും പാർട്ടിസിപ്പേഷനും ഒക്കെ എൻഹാൻസ് ചെയ്ത് നമ്മുടെ ഇലക്ടോറൽ ഡെമോക്രസിയെ ഡീപ്പൺ ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക, ഈ ഒരു പേർപ്പസ് ആണ്, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ആൻഡ് ഗ്ലോബലി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഇലക്ഷൻ കമ്മീഷൻ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഈ ഒരു കമ്മീഷൻ പല ഡെവലപ്പിംഗ് നേഷൻസിനും ഒരു മാതൃകയാണ്. ധാരാളം ഡെവലപ്പിംഗ് നേഷൻസ് ഉണ്ട്, കുഞ്ഞു ഡെവലപ്പിംഗ് നേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പല ഡെവലപ്പിംഗ് നേഷൻസിനും എങ്ങനെയാണ് ഒരു എലക്ഷൻ പ്രോപ്പറായിട്ട് നടത്തേണ്ടത് എന്ന് ലോകത്തിന് കാഴ്ചവെക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ കമ്മീഷനാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ. ദെൻ നമുക്ക് മിഷൻ എന്താന്ന് പറയാം. ഈ ഏകദേശം സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ജനാധിപത്യം സ്ട്രെങ്തൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ടറൽ ഡെമോക്രസി സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ നിലകൊള്ളുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ ഈ ജനാധിപത്യം നല്ല രീതിയിൽ മുൻപോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു രാജ്യം പ്രോപ്പറായിട്ട് ജനാധിപത്യം രീതിയിൽ നിലകൊള്ളണമെങ്കിൽ അവിടുത്തെ എലക്ഷൻ ഫ്രീ ആൻഡ് ഫെയർ ആയിരിക്കണം. എലക്ഷൻസ് ഫ്രീയും ഫെയറും ട്രാൻസ്പെറൻറ്റുമായിരിക്കണം. അപ്പം അതിന് സഹായിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഈ രീതിയിൽ ഫ്രീയും ഫെയറും ട്രാൻസ്പെറൻറ്റുമായി ഇലക്ഷൻ നടത്തുന്ന ആരാണ്? നമ്മുടെ ഈ ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ അതിനുവേണ്ടി ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് ഇൻഡിപെൻഡൻസ് ഉണ്ട്. ഈ ഓരോ വാക്കുകളും ഒത്തിരി അർത്ഥങ്ങളുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇൻഡിപെൻഡൻസ് ഉണ്ട്, ഇന്റഗ്രിറ്റി ആൻഡ് ഓട്ടോണമി, എൻഷുവേഴ്സ് accessibility, inclusiveness and ethical participation of stakeholders. അതായത് സിറ്റിസൺസിന്റെ മാത്രം പാർട്ടിസിപ്പേഷൻ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, സ്ഥാനാർത്ഥികളുടെ, രാഷ്ട്രീയ പാർട്ടികളുടെ, ഇവരുടെ എല്ലാം ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷനിലൂടെ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഒരു എലക്ഷൻ നടത്താൻ സാധിക്കത്തുള്ളൂ. അതുവഴി നമ്മുടെ ജനാധിപത്യത്തിനെ സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. And adopts highest standards of professionalism for delivering free, fair and transparent elections to strengthen the trust in electoral democracy and governance. ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ധാരാളം അധികാരം, സ്വയംഭരണമുള്ള ഒരു ഇൻഡിപെൻഡൻസ് ഉള്ള ഒരു കമ്മീഷനാണ്. ഒരിക്കലും ഇതൊരു ഗവൺമെന്റിന്റെ കീഴിലുള്ള, നമ്മുടെ ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു കമ്മീഷനാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഉദ്യോഗസ്ഥരെല്ലാം സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ആൾക്കാരാണ് എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഗവൺമെന്റിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. വളരെയേറെ മാനദണ്ഡങ്ങളുണ്ട് ഈ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു വേർഡിന്. പല കേസുകൾ പോലും നമ്മുടെ
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ TN ശേഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി പറഞ്ഞായിരുന്നു. മലയാളിയായ 10ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയത്താണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ധാരാളം നല്ല കാര്യങ്ങൾ വരുന്നത്. വോട്ടേഴ്സ് ID വന്നു, അതേപോലെ തന്നെ ഫോട്ടോ ഉള്ള വോട്ടേഴ്സ് ID വന്നു. അപ്പോൾ ഇന്ന് ഈ കാണുന്ന രീതിയിലൊക്കെ ഇലക്ഷൻ കമ്മീഷൻ ജനങ്ങളിലേക്ക് എത്തി, അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടെന്ന് ജനങ്ങൾ അറിഞ്ഞത് പോലും അദ്ദേഹത്തിൻ്റെ ടെനറിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയത്ത് ഈ ഇലക്ഷൻ കമ്മീഷനുമായി ഒത്തിരി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഈവൻ ആ സമയത്ത് TN ശേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കേസ് വരെ ഉണ്ടായി. അപ്പോൾ ആ കേസിൽ സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജ്മെൻ്റ് ആയിരുന്നു ഇലക്ഷൻ കമ്മീഷൻ ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമല്ല എന്നായിരുന്നു ആ ഒരു കേസിൻ്റെ ജഡ്ജ്മെൻറ്റ്. അതേപോലെ തന്നെ ഇനി അടുത്ത ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ആണ്. അതായത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഒരു 10ഓളം തത്വങ്ങൾ വരുന്നുണ്ട്. ഇലക്ഷൻ പ്രോപ്പറായി നടത്തി നമ്മുടെ ജനാധിപത്യത്തിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് തത്വങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശക തത്വങ്ങളാണ്. അപ്പോൾ ഈ തത്വങ്ങളുടെ ബേസിസിലാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ 10 കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. The Commission has laid down for itself guiding principles of good governance. First, to uphold the values enshrined in the Constitution. ഇന്ത്യൻ ഭരണഘടനയിലുള്ള മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുക. ഈ മൂല്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ധാരാളം കാര്യങ്ങൾ വരും. സമത്വം, അതേപോലെ തന്നെ ഇക്വിറ്റി, ഇംപാർഷ്യാലിറ്റി, നിഷ്പക്ഷത, ഇൻഡിപെൻഡൻസ്, റൂൾ ഓഫ് ലോ, നിയമവാഴ്ച, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുൻനിർത്തി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ അപ്ഹോൾഡ് ചെയ്ത് ഇലക്ടറൽ ഗവർണൻസിനെ സ്ട്രെങ്തൻ ചെയ്യുക. അതാണ് ആദ്യത്തെ ഗൈഡിങ് പ്രിൻസിപ്പിൾ. സെക്കൻഡ് വൺ, ടു കണ്ടക്ട് എലക്ഷൻസ് വിത്ത് ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ക്രെഡിബിലിറ്റി, ഫ്രീനെസ്, ഫെയർനെസ്, ട്രാൻസ്പെറൻസി, ഇന്റഗ്രിറ്റി, അക്കൗണ്ടബിലിറ്റി, ഓട്ടോണമി ആൻഡ് പ്രൊഫഷണലിസം. അപ്പം നമ്മുടെ രാജ്യത്തെ എലക്ഷൻസ് അത് ഏറ്റവും നല്ല രീതിയിൽ നടത്തുക, അതിനുവേണ്ടി ക്രെഡിബിലിറ്റി, ഫ്രീനെസ്, ഫെയർനെസ്, ട്രാൻസ്പെറൻസി, ഇതിൻ്റെയൊക്കെ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ്സിലായിരിക്കണം നമ്മുടെ എലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് എന്നാണ് അടുത്തൊരു ഗൈഡിങ് പ്രിൻസിപ്പിൾ പറയുന്നത്. To ensure participation of all eligible citizens in the electoral process in an inclusive, voter-centric and voter-friendly environment. അതായത് voter-centric environment അല്ലെങ്കിൽ voter-friendly environment എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് അവർക്ക് ഈ പറയുന്ന എലക്ഷൻ ചെയ്യാൻ അല്ലെങ്കിൽ വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നാണ്. ഇപ്പം നമുക്കറിയാം ഒട്ടുമിക്ക പോളിംഗ് സ്റ്റേഷൻസിലും റാമ്പ് ഉണ്ട്. റാമ്പ് അതായത് വീൽ ചെയറിലൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ വന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി റാമ്പ് ഉണ്ട്. അതേപോലെ തന്നെ പോസ്റ്റൽ ബാലറ്റ്. ഈ പോസ്റ്റൽ ബാലറ്റ് നമുക്കറിയാം ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്നവർക്ക് മാത്രമല്ല, നിലവിലാണെങ്കിൽ 85 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കും പോസ്റ്റൽ ബാലറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ 85 വയസ്സിന് മുകളിലുള്ള കിടപ്പ് രോഗികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, അപ്പോൾ അവർക്ക് എങ്ങനെ വോട്ട് ചെയ്യാൻ സാധിക്കും? ഇതിന് മുന്നേ 80 വയസ്സായിരുന്നു, പക്ഷേ നമ്മൾ 2024 കഴിഞ്ഞ വർഷം അത് 85 വയസ്സാക്കി ഹൈക്ക് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ ഈ 85 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് പോസ്റ്റൽ ബാലറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം വോട്ടർ സെൻട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വോട്ടർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വോട്ടർ സെൻട്രിക് അല്ലെങ്കിൽ വോട്ടർ ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റ്. ആൻഡ് ദെൻ അടുത്ത ഗൈഡിങ് പ്രിൻസിപ്പിൾ, to engage with political parties and all stakeholders in the interest of electoral process. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ജനങ്ങളുമായി മാത്രമല്ല ഈ ഇലക്ഷൻ കമ്മീഷൻ ഡീൽ ചെയ്യുന്നത്, സ്ഥാനാർത്ഥികളായിട്ട്, രാഷ്ട്രീയ പാർട്ടികളായിട്ട്, മറ്റ് തൽപര കക്ഷികളായിട്ടെല്ലാം നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് ഡീൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ആൾക്കാരുമായിട്ടൊക്കെ എൻഗേജ് ചെയ്യുക, ഇതും ഒരു നിർദ്ദേശക തത്വങ്ങളിൽ ഒന്നാണ്. ആൻഡ് 5, to promote awareness about the electoral process and electoral governance among stakeholders, namely voters, political parties, election functionaries, candidates and people at large, and to enhance and strengthen confidence and trust in the electoral system of this country. ഇതിന് സിമിലർ, ഇപ്പോൾ പറഞ്ഞതിന് സിമിലർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ജനങ്ങളോടും അതേപോലെ തന്നെ സ്ഥാനാർത്ഥികളോടും രാഷ്ട്രീയ പാർട്ടികൾക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാം ഇതുമായി ബന്ധപ്പെട്ട ഇലക്ഷനുമായി ബന്ധപ്പെട്ട അവയർനെസ് നൽകുക. അതായത് ജനങ്ങളോട് വോട്ട് ചെയ്യാൻ പറയുന്നതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഈ വോട്ടിംഗ് നടത്തേണ്ടത് എന്ന് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകണ്ടേ, അവരെയും ട്രെയിൻ ചെയ്യിപ്പിക്കണ്ടേ? അതും ആരാ ചെയ്യുന്നത്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കും നിർദ്ദേശം നൽകണ്ടേ, അവരെയും കൺട്രോൾ ചെയ്യണ്ടേ? അല്ലെങ്കിൽ അവർ ഇഷ്ടമുള്ള രീതിയിൽ പ്രചാരണം പോലെയുള്ള കാര്യങ്ങൾ നടത്തത്തില്ലേ?
ഒരു അൺകൺട്രോൾഡ് രീതിയിലായി പോകത്തില്ലേ. അപ്പോൾ അവരെ കൺട്രോൾ ചെയ്യണേ, അവരെ സൂപ്പർവൈസ് ചെയ്യണേ. അതായത് ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും, ഈ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കൺട്രോൾ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും അവയർനെസ് നൽകേണ്ടവർക്ക് അവയർനെസ് നൽകുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആരുടെ ഒരു തത്വത്തിൽ വരുന്നതാണ്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ തത്വത്തിൽ വരുന്നതാണ്. To develop the human resource for effective and professional delivery of electoral service. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇലക്ഷന് പോയി, നമ്മളെ ഇലക്ഷൻ വോട്ട് ചെയ്യാനായിട്ട് പോകുന്നു. അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന് എങ്ങനെയാണ് വോട്ടിംഗ് നടത്തേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയണ്ടേ? അതാണ് ഇവിടെ ഈ ഒരു പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഹ്യൂമൻ റിസോഴ്സസ് പ്രോപ്പറായി ഡെവലപ്പ് ചെയ്യുക. ദാറ്റ് മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്യൂറോക്രസിയിലുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഓഫീസേഴ്സിന്, ഉദ്യോഗസ്ഥർക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് നൽകുക, അവയർനെസ് നൽകുക, അവരെ മോണിറ്റർ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് ഇലക്ഷൻ നടത്താൻ സാധിക്കത്തുള്ളൂ. ടു ബിൽഡ് ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്മൂത്ത് കണ്ടക്ട് ഓഫ് ഇലക്ടറൽ പ്രോസസ്. നല്ല രീതിയിൽ ഇലക്ഷൻ നടത്താൻ വേണ്ടിയുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുക. ഇപ്പം നമുക്കറിയാം, നമ്മുടെ എലക്ഷൻസ് കൗണ്ട് ചെയ്യുന്നുണ്ട്. എലക്ഷൻ കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കൗണ്ടിങ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനിലേക്ക് അറിയിക്കണ്ടേ? അപ്പോൾ അതിന് ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് വേണ്ടേ? അതേപോലെ തന്നെ ഈ ഓഫീസേഴ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഈ വോട്ടിംഗ് മെഷീൻസുമായുള്ള കണക്ഷൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇത് മാത്രം ഞാൻ ജസ്റ്റ് ഒരു 2-3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് മാത്രമല്ല, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ബിൽഡ് ചെയ്യുക. ടു അഡോപ്റ്റ് ടെക്നോളജി ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഓൾ ഏരിയാസ് ഓഫ് ഇലക്ടറൽ പ്രോസസ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പണ്ട് 1970-കൾക്ക് മുന്നേ അല്ലെങ്കിൽ 70-കൾ വരെ നമ്മുടെ പേപ്പർ ബാലറ്റാണ് യൂസ് ചെയ്തിരുന്നത്. 1970-കളിൽ വരെ. 1977 ആദ്യമായി EVM മെഷീൻ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് മുന്നേ വരെ പേപ്പർ ബാലറ്റായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഈ പേപ്പർ ബാലറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ആൾക്കാരുടെ പേപ്പർ ബാലറ്റ് എടുത്തു വെച്ച് എണ്ണണമായിരുന്നു. എന്ത് പാടുള്ള പരിപാടിയാണ്! ഇത്രയും ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിൻ്റെ കേസ് എന്ത് പാടാ. അപ്പം അങ്ങനെ ഈ ഒരു പേപ്പർ ബാലറ്റ് മാറ്റണം എന്നുള്ള ഒരു ഐഡിയ ഒക്കെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് വരുന്നത് തന്നെ 1970-കളിലാണ്. അങ്ങനെ 77-ലാണ് നമ്മുടെ ECIL, നമ്മുടെ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ECIL ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ ഹൈദരാബാദിൽ 1977 ഈ നമ്മുടെ വോട്ടിംഗ് മെഷീനൊക്കെ വരുന്നത്. അപ്പോൾ ഈ വോട്ടിംഗ് മെഷീൻ വന്നു കഴിഞ്ഞിട്ട് അടുത്ത 1982-ലുള്ള ഇലക്ഷനിലാണ് ശരിക്കും EVM ഒക്കെ കൊണ്ടുവന്നത്. ഇപ്പോൾ EVM വന്നതോടെ നമ്മുടെ ഈ വോട്ടിംഗ് മെഷീൻ എല്ലാം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വോട്ട് ചെയ്യാനും എളുപ്പമാണ്, അതേപോലെ തന്നെ അത് കൗണ്ട് ചെയ്യാനും അതിൽ മാൽ പ്രാക്ടീസ് പോലെയുള്ള കാര്യങ്ങൾ നടത്താതിരിക്കാൻ, പ്രിവെൻറ്റ് ചെയ്യാനും വളരെ എളുപ്പമായി. അപ്പോൾ നമ്മൾ 1982, അപ്പോൾ ഞാൻ EVM-ൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കാര്യവും കൂടെ പറയാം. കേരളവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. EVM-ന് ആദ്യമായി EVM ഒരു ഇലക്ഷന് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇലക്ഷൻ ഉപയോഗിക്കുന്നത് 1982 നമ്മുടെ പറവൂർ മണ്ഡലത്തിലാണ്. നമ്മുടെ കേരളത്തിലുള്ള പറവൂർ മണ്ഡലത്തിലാണ് 1982 ആദ്യമായി ഇത് യൂസ് ചെയ്യുന്നത്, EVM മെഷീൻസ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഗൈഡിംഗ് പ്രിൻസിപ്പിൾ ആണ് ടു സ്ട്രൈവ് ഫോർ അഡോപ്ഷൻ ഓഫ് ഇന്നോവേറ്റീവ് പ്രാക്ടീസസ് ഫോർ അച്ചീവിംഗ് എക്സലൻസ് ആൻഡ് ഓവറോൾ റിയലൈസേഷൻ ഓഫ് വിഷൻ ആൻഡ് മിഷൻ. ഇപ്പം നമ്മുടെ വിഷനും മിഷനും റിയലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. ഇപ്പം നമുക്കറിയാം, നമുക്ക് പല ആപ്പുകളും ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ ഒരെണ്ണമാണ് CVGIL ആപ്പ്. CVGIL എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. അപ്പം അതിൽ ഈ CVGIL-ൻ്റെ അകത്ത് CVGIL എന്ന് പറയുന്ന ഒരു ആപ്പ്, ഇതിനകത്ത് എക്സ്പെൻഡിച്ചറുമായി റിലേറ്റ് ചെയ്യുന്ന, ഇലക്ഷൻ എക്സ്പെൻഡിച്ചറുമായി റിലേറ്റ് ചെയ്യുന്ന കംപ്ലയിൻസ് ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, ജനങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷനിലേക്ക് നൽകാൻ വേണ്ടിയുള്ളൊരു ആപ്പാണ് CVGIL. അതേപോലെ തന്നെ വോട്ടർ ടേൺ ഔട്ട് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. 2 മണിക്കൂർ വീതമുള്ള വോട്ടർ ടേൺ ഔട്ട് റിട്ടേണിംഗ് ഓഫീസർ ഈ ഒരു ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അതുവഴി ഓരോ 2 മണിക്കൂർ വീതവും ജനങ്ങൾക്ക് വോട്ടർ ടേൺ ഔട്ട് എത്രയാണെന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ സാധിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വോട്ടർ ടേൺ ഔട്ട്. അതേപോലെ തന്നെ വീണ്ടും ഉണ്ട് വോട്ടർ ടേൺ ഔട്ട് ആൻഡ് പിന്നെ സക്ഷം, അങ്ങനെയുള്ള പല ടൈപ്പ് ആപ്പുകളും നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്ര മാത്രമല്ല, ഇനിയുമുണ്ട്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ എല്ലാ ആപ്സും, എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ആപ്പുകളെ പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ധാരാളം പ്രാവശ്യം. നമ്മുടെ ഈ CVGIL-ഉം വോട്ടർ ടേൺ ഔട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഇന്നോവേറ്റീവ് പ്രാക്ടീസസ്, ഇപ്പം ഞാൻ ആപ്പുകളുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഇത് മാത്രമല്ല, ധാരാളം കാര്യങ്ങൾ. ഇപ്പോൾ VVPAT അടുത്തിടെ വന്ന, കുറച്ച് നാളിന് മുന്നെയാണ് VVPAT ഒക്കെ വരുന്നത്.
വോട്ട് വെരിഫയർ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്ന് പറയുന്ന സാധനം. നമ്മുടെ ഇലക്ഷൻ, നമ്മുടെ വോട്ട് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു മെഷീനിൽ നമ്മൾ വോട്ട് ചെയ്ത വ്യക്തിയുടെ ആ ഒരു പാർട്ടിയുടെ ചിഹ്നവും കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ പോകുന്നതായി കാണും. ഒരു 7 സെക്കൻഡ് അത് നീണ്ടു നിൽക്കും. അപ്പോൾ അതൊക്കെ ഇതേപോലെയുള്ള ഇന്നോവേറ്റീവ് പ്രാക്ടീസസ് ഒക്കെയാണ്. നമുക്കൊന്നുകൂടെ നമ്മുടെ എവിടെയാണോ ആർക്കാണോ വോട്ട് നൽകിയത് ആ വ്യക്തിക്ക് തന്നെ ലഭിച്ചു എന്ന് ഉറപ്പിക്കാനുള്ള ഒരു സാധനമൊക്കെയാണ് VVPAT. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസസ് ആണ്. And then 10th one, to contribute towards the reinforcement of democratic values by maintaining and reinforcing confidence and trust of the people in electoral system of the country. നമ്മുടെ ഇലക്ടറൽ സിസ്റ്റത്തിൽ ആൾക്കാരുടെ ട്രസ്റ്റും കോൺഫിഡൻസും എല്ലാം റീഇൻഫോഴ്സ് ചെയ്ത് വീണ്ടും ഈ കാര്യങ്ങളെല്ലാം ഇലക്ഷൻ എല്ലാം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, എലക്ഷൻ പ്രോസസ്സ്. ഇപ്പോൾ എലക്ഷൻ പ്രോസസ്സൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. കുറേയൊക്കെ നമുക്ക് അറിയാമെന്നുള്ള കാര്യമാണ്. നമ്മൾ ഒരുവിധമൊക്കെ നമ്മൾ ന്യൂസൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് റിലേറ്റ് ചെയ്യും. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെന്നുള്ള കാര്യം തന്നെയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ എലക്ഷൻ്റെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ എലക്ഷൻ്റെ ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ എലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത് നമുക്കറിയാം, നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഇലക്ഷൻ കമ്മീഷണേഴ്സും കൂടെ എല്ലാവരും വന്നിരുന്ന ഒരു പ്രസ് മീറ്റ് വിളിച്ചാണ് ആദ്യമായി ഇങ്ങനെ ഒരു എലക്ഷൻ ഇപ്പോൾ ഒരു സംസ്ഥാനത്ത്. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ബീഹാർ ഇലക്ഷനെ പറ്റി 2025 കുറച്ച് മുന്നേ നടന്ന ഒരു ഇലക്ഷനാണ് ബീഹാറിലെ ഇലക്ഷൻ. അപ്പോൾ അവിടുത്തെ ഒരു കാര്യമാണ്, അവിടുത്തെ കുറച്ച് ഡേറ്റ്സും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്നൊന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇവിടെ ബീഹാർ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ബീഹാർ ഇലക്ഷൻ ആവേണ്ട ഒരു സമയമായപ്പോഴത്തേക്ക് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ജ്ഞാനേഷ് കുമാറും അതേപോലെ തന്നെ നമ്മുടെ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും കൂടെ വന്നിരുന്ന ഒരു പ്രസ് മീറ്റ് നടത്തുന്നു. അപ്പോൾ അവർ പറയുന്നു ഇന്ന ദിവസം ആണ് ബീഹാർ ഇലക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന ദിവസങ്ങളിലായിട്ട് ബീഹാറിൽ ഇലക്ഷൻ നടക്കും. ഇന്ന ദിവസം മുതൽ കോഡ് ഓഫ് കണ്ടക്ട്, മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിലവിൽ വരും. അതേപോലെ തന്നെ ഇന്ന ദിവസമായിരിക്കും വോട്ട് കൗണ്ടിങ് അല്ലെങ്കിൽ കൗണ്ടിങ് ഓഫ് വോട്ട്സ് എന്നൊക്കെ അവരാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റുന്ന ആദ്യത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. The commission normally announces the schedule of elections a few weeks before the formal process is set in motion. The model code of conduct വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാധനം ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഇല്ല എങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ തോന്നുന്ന രീതിയിലായിരിക്കും അവർ ക്യാമ്പയിൻ ചെയ്യുന്നിരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ്റെ സമയത്ത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിലവിലുണ്ടായിരുന്ന സമയത്ത് ഇലക്ഷൻ നമ്മുടെ സ്ഥാനാർത്ഥികൾക്കും അതേപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിനും മുകളിൽ കുറേ റെസ്ട്രിക്ഷൻസ് വരും. ഇന്ന രീതികളിൽ മാത്രമേ അവർ ക്യാമ്പയിൻ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഭരിക്കുന്ന പാർട്ടികൾ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിലവിലുള്ള സമയത്ത് പുതിയ പ്രഖ്യാപനങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. ഈവൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ഇനോഗ്രേറ്റ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഉദ്യോഗസ്ഥരെ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. ഇന്ന രീതികളിൽ ക്യാമ്പയിൻ ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറേ കണ്ടീഷൻസ് വരും മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിലവിലുള്ള സമയത്ത്. ഇപ്പോൾ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഫോർ ഗൈഡൻസ് ഓഫ് കാൻഡിഡേറ്റ്സ് ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് കംസ് ഇമ്മീഡിയറ്റ്ലി ഇൻ ടു എഫക്ട് ആഫ്റ്റർ സച്ച് ആൻ അനൗൺസ്മെന്റ്. ഇപ്പോൾ ഈ അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷണേഴ്സ് വന്ന് പ്രസ് മീറ്റ് നടത്തി അവർ ഇന്ന ദിവസമായിരിക്കും ഇലക്ഷൻ കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് അവർ പറയുവാണ്. ഇനി ഈ ഫോർമൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതോടെയാണ്. ഫോർമൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതോടെയാണ്. അത് ഓർത്ത് വെച്ചോ. ശരിക്കും ഈ ഒരു പ്രോസസ്സാണ് യഥാർത്ഥ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. ഫോർമൽ പ്രോസസ് ഓഫ് ദ ഇലക്ഷൻ starts with the notification calling upon the electorate to elect members of the house. വേറൊന്നുമില്ല, election notification വരുന്നതാണ് ഫോർമൽ പ്രോസസ്സിന്റെ ആദ്യത്തെ തുടക്കം. After such a notification, candidates can start filing their nominations. These are scrutinized by the returning officer after the last date for the same is over after about a week. അപ്പോൾ ഇത് തൊട്ടുള്ള കാര്യങ്ങൾ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം. ആര്? സ്ഥാനാർത്ഥികൾ, കാൻഡിഡേറ്റ്സ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം. അപ്പോൾ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് കഴിഞ്ഞിട്ട്
അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ സ്ക്രൂട്ടിനി വരുന്നത്. സ്ക്രൂട്ടിനിയൊക്കെ റിട്ടേണിംഗ് ഓഫീസറിൻ്റെ ഒരു ജോലിയാണ്. റിട്ടേണിംഗ് ഓഫീസറിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ്റെ കിങ് പിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ റിട്ടേണിംഗ് ഓഫീസർ. ഒരു മണ്ഡലത്തിൻ്റെ തലവൻ, അല്ലെങ്കിൽ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, ഇപ്പോൾ പാർലമെന്റ് ആണെങ്കിൽ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസി, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കോൺസ്റ്റിറ്റ്യുവൻസി, ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഹെഡ് എന്ന് പറയുന്ന റിട്ടേണിംഗ് ഓഫീസറാണ്. അപ്പോൾ നമ്മുടെ ഈ നാമനിർദ്ദേശ പത്രിക സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നത് അദ്ദേഹമാണ്. ശരിക്കും റിട്ടേണിംഗ് ഓഫീസർ അല്ലാണ്ട് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ AROന് പോലും സ്ക്രൂട്ടിനൈസ് ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല. റിട്ടേണിംഗ് ഓഫീസറിന് അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനത്തിൽ നിന്ന് മാറ്റിയാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഗവൺമെന്റ് ഇടപെട്ട് ആ ഒരു ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി പ്രിവെന്റ് ചെയ്താൽ മാത്രമേ AROന് പോലും നോമിനേഷനൊക്കെ സ്ക്രൂട്ടിനൈസ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ ഈ സ്ക്രൂട്ടിനി കഴിഞ്ഞ് 2 ദിവസം കഴിയുന്ന സമയത്ത് വേണമെങ്കിൽ കാൻഡിഡേറ്റ്സിന്, സ്ഥാനാർത്ഥികൾക്ക് അവരുടെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസരമുണ്ട്. അതായത് എന്തെങ്കിലും ഒരു കാരണവശാൽ അദ്ദേഹത്തിന് ഇലക്ഷന് നിൽക്കാൻ താല്പര്യമില്ല എങ്കിൽ ആ ഒരു നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ അവസരം നൽകും. അപ്പോൾ ഈ ഏകദേശം ഒരു 2 ആഴ്ചത്തോളം ഇവർക്ക് ക്യാമ്പയിൻ ചെയ്യാനുള്ള അവസരം കിട്ടും. ഏകദേശം അല്ല, ഏറ്റവും കുറഞ്ഞത് ഒരു 2 ആഴ്ചയെങ്കിലും നമ്മുടെ ഈ നാമനിർദ്ദേശ പത്രികയ്ക്ക് ശേഷം തന്നെ ഒരു 2 ആഴ്ചയെങ്കിലും പ്രചരണത്തിനുള്ള സമയം ഇവർക്ക് ലഭിക്കും. സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ലഭിക്കും. ഇപ്പോൾ നാഷണൽ ഇലക്ഷൻസ് ഒക്കെ ആണെങ്കിൽ, അതായത് നമ്മുടെ ലോക്സഭ അതേപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻസ് ഒക്കെ ആണെങ്കിൽ ഒരേ ദിവസമായിരിക്കില്ല, പല ദിവസങ്ങളായിട്ടായിരിക്കും നടക്കുന്നത്. അതായത് പല ഫേസസ് എന്ന് പറയും, പല ഫേസുകളായിട്ട് നമ്മുടെ ആ പറയുന്ന സംസ്ഥാനത്തിന്റെ വലിപ്പം ഇതൊക്കെ അനുസരിച്ചായിരിക്കും ഈ പറയുന്ന ഇലക്ഷൻ വരുന്നത്. ഈവൻ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻസ് കഴിഞ്ഞായിരുന്നു. അതും ഒരൊറ്റ ഫേസ് ആയിരുന്നില്ല, 2 ഫേസ് ആയിട്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നാഷണൽ ഇലക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് 2, 3, 4, 5 ഫേസുകളായിട്ടാണ് ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇലക്ഷൻസിന് ആ പറയുന്ന ഫേസുകൾ അല്ലെങ്കിൽ ഡേറ്റ്, ഈ ഡേറ്റ്സ് എന്ന് ഇവിടെ പറയുന്നത് നമ്മൾ ശരിക്കും ഫേസ് എന്നാണ് പറയുന്നത്, ഇവിടെ ഡേറ്റ്സ് എന്നാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ പല ഫേസുകൾ കാണും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസമായിരിക്കും വോട്ടിംഗ് ഡേറ്റ് ആയിട്ട് വരുന്നത്, കൗണ്ടിംഗ് ഡേറ്റ് ആയിട്ട് വരുന്നത്. A separate date for counting is fixed and the result declared for each constituency by the concerned returning officer. അപ്പോൾ ഇതും കൂടെ ഓർത്ത് വെച്ചോളുക. നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് റിട്ടേണിംഗ് ഓഫീസറാണ്. റിസൾട്ട് ഡിക്ലെയർ ചെയ്യണം എന്ന് നമുക്ക് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ പറയുവാണെങ്കിൽ, ഒരു പർട്ടിക്കുലർ മണ്ഡലത്തിൽ ആരാണ് ജയിക്കുന്നത് എന്ന് അനൗൺസ് ചെയ്യുന്ന വ്യക്തി നമ്മുടെ റിട്ടേണിംഗ് ഓഫീസറാണ്. അപ്പോൾ പാർലമെന്റ് മണ്ഡലം ആയിക്കോട്ടെ, നമ്മുടെ നിയമസഭാ മണ്ഡലം ആയിക്കോട്ടെ, അപ്പോൾ ഏത് മണ്ഡലത്തിലാണോ ഏത് വ്യക്തിയാണ് ജയിച്ചത്, അതായത് കൂടുതൽ വോട്ടുള്ളത് എന്ന് പ്രഖ്യാപിക്കുന്നത് നമ്മുടെ റിട്ടേണിംഗ് ഓഫീസറാണ്. റിട്ടേണിംഗ് ഓഫീസർ പിന്നീട് ഈ ഡേറ്റ ഇലക്ഷൻ കമ്മീഷന് നൽകും. ഇലക്ഷൻ കമ്മീഷൻ ഇതേപോലെ പല റിട്ടേണിംഗ് ഓഫീസേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ വെച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കും, ഏതൊക്കെ മണ്ഡലങ്ങളിൽ നിന്ന് ഏതൊക്കെ വ്യക്തികളാണ് ജയിച്ചതെന്ന്. എന്നിട്ട് അതിനുശേഷം ഒരു നോട്ടിഫിക്കേഷൻ അവർ പ്രസിദ്ധീകരിക്കും. ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷനിലാണ് ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഏതൊക്കെ വ്യക്തികൾ ജയിച്ചു എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. എല്ലാം കൂടെ ഒറ്റ ഒരു നോട്ടിഫിക്കേഷനായിട്ട് പബ്ലിഷ് ചെയ്യും. ഇപ്പോൾ ലോക്സഭയിലാണെങ്കിൽ ഇന്ന മണ്ഡലങ്ങളിൽ ഇന്ന ആൾക്കാർ ജയിച്ചു, അതേപോലെ തന്നെ സംസ്ഥാന നിയമസഭയിലാണെങ്കിൽ നിയമസഭയിലേക്ക് ഇന്ന മണ്ഡലങ്ങളിൽ ഇന്ന ആൾക്കാർ ജയിച്ചു എന്ന ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിക്കും. ഇനി അടുത്തൊരു കാര്യമാണ് ഓത്ത് ഓർ അഫർമേഷൻ. ഈ ഓത്ത് ഓർ അഫർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞിട്ടുള്ള സത്യപ്രതിജ്ഞ അല്ല പറയുന്നത്, അതിന് മുന്നേ ഇപ്പം നമ്മുടെ ഇലക്ഷൻ്റെ ആ ഒരു പ്രൊസീജിയർ അനുസരിച്ചല്ലേ നമ്മൾ പോകുന്നത്. നാമനിർദ്ദേശ പത്രികയോടൊക്കെ ബന്ധപ്പെട്ടുള്ള ഓത്താണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതായത് സ്ഥാനാർത്ഥികൾ പറയേണ്ട അല്ലെങ്കിൽ ചൊല്ലേണ്ട പ്രതിജ്ഞയെക്കുറിച്ചാണ് ഇവിടെ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെയും ഒരു ഓത്ത് എടുത്തിരിക്കണം എന്നുള്ള കാര്യം മസ്റ്റാണ്. സ്ഥാനാർത്ഥികൾ ഓത്ത് എടുത്തിരിക്കണം. അത് ആരുടെ മുന്നിൽ എടുത്തിരിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷനിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ ഏതൊക്കെ തരത്തിൽ അല്ലെങ്കിൽ ആരുടെയൊക്കെ മുന്നിൽ ഓത്ത് എടുത്തിരിക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ ഓത്ത് ശരിക്കും നമ്മുടെ റിട്ടേണിംഗ് ഓഫീസർ അല്ലെങ്കിൽ റിട്ടേണിംഗ് ഓഫീസർ അല്ലെങ്കിൽ AROൻ്റെ ഫ്രണ്ടിലാണ് നമ്മുടെ ഈ പറയുന്ന സ്ഥാനാർത്ഥികൾ പ്രതിജ്ഞ ചെയ്യേണ്ടത്. അപ്പം ഈ പ്രതിജ്ഞ എന്ന് പറയുന്നത് അവരെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം സത്യമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ഒരു പ്രതിജ്ഞ വരുന്നത്. ഇപ്പോൾ കാൻഡിഡേറ്റ്സ്, ഇപ്പോൾ എനിക്ക് പറയാനുള്ള മെയിനായിട്ടുള്ള ഈ 2 കാര്യങ്ങളാണ്. ഇപ്പോൾ കാൻഡിഡേറ്റ്സ്, ഇപ്പോൾ ഒരു വ്യക്തി
ഇപ്പം നമുക്കറിയാം നമ്മുടെ രാഷ്ട്രീയക്കാരാണല്ലോ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഇദ്ദേഹത്തിന് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട സമയത്ത് ഇദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വന്നാൽ, അപ്പോൾ ജയിലിൽ പോകുന്നവരെല്ലാവരും തെറ്റുകാരല്ലല്ലോ. ഇപ്പോൾ ട്രയലിന് ശേഷമല്ലേ ഈ കൺവിക്റ്റഡ് ആണോ പ്രതിയാണോ എന്നൊക്കെ പറയത്തുള്ളൂ. ഇപ്പോൾ റിമാൻഡ് പോലെയുള്ള കാര്യങ്ങളിൽ ഇപ്പം പ്രിസണിലായാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരണത്താൽ കരുതൽ തടങ്കലിലൊക്കെ ഈ രാഷ്ട്രീയക്കാരെയൊക്കെ വെക്കുവാണെങ്കിൽ അപ്പോൾ അവരാണ് ഈ പറയുന്ന സ്ഥാനാർത്ഥികളെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ആ ഒരു ജയിലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രിസണിൻ്റെ സൂപ്രണ്ടിൻറ്റൻറ്റിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ആ ഒരു ഡിറ്റൻഷൻ ക്യാമ്പിൻ്റെ കമാൻഡൻറ്റിൻ്റെ മുന്നിൽ ഓത്ത് എടുത്തിരിക്കണം എന്നുള്ള കാര്യം മസ്റ്റാണ്. In the case of a candidate confined in a prison or under preventive detention, the superintendent of the prison or commandant of the detention camp is authorized to administer the oath. Important ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ജയിലിൽ കിടക്കുന്ന അല്ലെങ്കിൽ പ്രിസണിൽ കിടക്കുന്ന ഒരാൾക്കും സ്ഥാനാർത്ഥിയാവാൻ സാധിക്കും. ആ ഒരു കാര്യമാണ് ഇതിൽ പറയുന്നത്. പക്ഷേ അദ്ദേഹം ആ ഒരു വ്യക്തി എന്തായിരിക്കണം? സൂപ്രണ്ടിൻറ്റൻറ്റിൻ്റെ ഫ്രണ്ടിൽ അദ്ദേഹം ഓത്ത് എടുത്തിരിക്കണം. അല്ല എങ്കിൽ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിലുള്ള ആളാണ് എങ്കിൽ അദ്ദേഹം ഡിറ്റൻഷൻ ക്യാമ്പിൻ്റെ കമാൻഡൻറ്റിൻ്റെ മുൻപാകെ ഓത്ത് എടുത്തിരിക്കണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ ആ ഒരു വ്യക്തി ഇന്ത്യക്ക് പുറത്തുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനും, ഇപ്പം ഇന്ത്യക്കാരനാണെങ്കിൽ അദ്ദേഹത്തിനും ഇതേപോലെ ഇലക്ഷന് നിൽക്കാനൊക്കെ സാധിക്കുന്നതല്ലേ. അപ്പം അങ്ങനെയാണ് എങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവിടുത്തെ അംബാസിഡർ, അവിടുത്തെ ഇന്ത്യൻ അംബാസിഡർ അല്ലെങ്കിൽ ഒരു ഹൈ കമ്മീഷണർ അല്ലെങ്കിൽ ഈ ഡിപ്ലോമാറ്റിക് മിഷനുമായി ബന്ധപ്പെട്ട് അതോറിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തി ആരെയാണോ നോമിനേറ്റ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ മുൻപാകെ ചെന്ന് വോട്ട് ചെയ്തിരിക്കണം. If a candidate is outside India, the Indian ambassador or high commissioner or diplomatic consular authorized by him can also administer oath/affirmation. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ ഈ ഓത്ത് ചെയ്യാതെ ഒരു വ്യക്തിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയില്ലേ? ഓത്ത് ചെയ്യാതെ? ശരി, അതിൻ്റെ ഉത്തരം ഇല്ല എന്നാണ്. ഓത്ത് എടുക്കാതെ ഒരു വ്യക്തിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സാധിക്കുകയില്ല. ഇനി അടുത്ത ഇലക്ഷൻ ക്യാമ്പയിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇലക്ഷൻ പ്രചരണം അവസാനിപ്പിക്കുന്ന സമയത്തെക്കുറിച്ചാണ്. നമുക്കറിയാം 48 മണിക്കൂറിന് മുന്നേ, ഇലക്ഷൻ്റെ ഒരു 48 മണിക്കൂറിന് മുന്നേ പ്രചരണം സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. നമ്മുടെ ഈ കൊട്ടിക്കലാശമൊക്കെ നമ്മൾ ഇലക്ഷൻ്റെ സമയത്തൊക്കെ സ്ഥിരമായി കാണുന്ന കാര്യമാണ്. പക്ഷേ ഈ 48 മണിക്കൂർ എന്ന് പറയുന്ന കാര്യത്തിൽ പലപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഈ ഇലക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള 48 മണിക്കൂറിന് മുന്നേയാണോ പ്രചരണം സ്റ്റോപ്പ് ചെയ്യേണ്ടത്? അല്ല, ഇലക്ഷൻ തീരുന്നതിന് 48 മണിക്കൂർ മുന്നേ ആണോ ഇലക്ഷൻ പ്രചരണം സ്റ്റോപ്പ് ചെയ്യേണ്ടത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇലക്ഷൻ തീരുന്നതിന് 48 മണിക്കൂർ മുന്നെയാണ് കേട്ടോ, അല്ലാതെ തുടങ്ങുന്നതിനല്ല. ഇലക്ഷൻ തീരുന്നതിന് 48 മണിക്കൂർ മുന്നേ ഇലക്ഷൻ പ്രചരണം നിർത്തണം. പ്രചരണം നിർത്തണം എന്ന് പറഞ്ഞാൽ അതിനുശേഷം നിശബ്ദ പ്രചരണം, സൈലൻസ് ആയിട്ട് പ്രചരണം ചെയ്യാം. അപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ സമയത്ത്, ഇപ്പോൾ ഈ പറയുന്ന ക്യാമ്പയിൻ്റെ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിലവിലുള്ള സാഹചര്യമാണ്. ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾക്കും അതേപോലെ തന്നെ സ്ഥാനാർത്ഥികൾക്കും കുറച്ച് റെസ്ട്രിക്ഷൻസ് വരും. ഇന്ന രീതികളിൽ മാത്രമേ അവർക്ക് ക്യാമ്പയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ അവർക്ക് തോന്നുന്ന പോലെ ഒരു വോട്ടിന് പൈസ അല്ലെങ്കിൽ മദ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നൽകി ജനങ്ങളെ പ്രലോഭിപ്പിക്കാനൊന്നും സാധിക്കത്തില്ല. കുറേ കാര്യങ്ങളുണ്ട്, കുറേ കണ്ടീഷൻസ് ഉണ്ട്. നമുക്കതൊക്കെ അറിയാന്നുള്ള പല സംസ്ഥാനങ്ങളിൽ, ഈവൻ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ തന്നെ ഇതൊക്കെ നടക്കുന്നതായി നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ്. During the election campaign, the political parties and contesting candidates are expected to abide by a model code of conduct evolved by the Election Commission on the basis of a consensus among political parties. ഇതെല്ലാം ഇലക്ഷൻ കമ്മീഷൻ സ്വയം ഒറ്റയ്ക്കിരുന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഈ സ്ഥാനാർത്ഥികളായിട്ടും അതേപോലെ തന്നെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസുമായി ഇരുന്ന് ചർച്ച ചെയ്താണ് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് കേട്ടോ. ഓരോ ഇലക്ഷന് മുന്നേയും ഈ പറയുന്ന സർവകക്ഷി യോഗം പോലെയുള്ള സംഭവങ്ങളൊക്കെ നടത്താറുണ്ട്. ഇനി വോട്ടിംഗ് പ്രൊസീജിയറിനെ പറ്റി നമുക്ക് അടുത്ത പറയാം. ഇപ്പം നമ്മൾ ഇതുവരെ വോട്ടിങ്ങിന് മുന്നേ ഉള്ള കാര്യങ്ങൾ വരെയൊക്കെ പറഞ്ഞായിരുന്നു. ഇനി അടുത്ത വോട്ടിംഗ് പ്രൊസീജിയർ, നമ്മൾ ഓരോ പോളിംഗ് സ്റ്റേഷനിലൊക്കെ ചെന്ന് വോട്ട് ഇടൂലേ, അപ്പം ഇനി അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ ഏതെങ്കിലുമൊക്കെ സ്കൂളുകളും കോളേജുകളും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് വോട്ടിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ പോളിംഗ് ബൂത്ത് സജ്ജീകരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാണ് നമ്മുടെ വോട്ടൊക്കെ ചെയ്യുന്നത്. വോട്ടിംഗ് ഒരു സീക്രട്ട് ബാലറ്റാണ്.
സീക്രട്ട് ആയിട്ടല്ലേ ചെയ്യുന്ന. ഏതെങ്കിലും ഒരു വ്യക്തി ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് ഈവൻ ഏതെങ്കിലും പത്രമാധ്യമത്തിന് പോലും ഷൂട്ട് ചെയ്യാനുള്ള അധികാരം വരുന്നില്ല. പക്ഷെ കൗണ്ടിങ് അവർക്ക് ഷൂട്ട് ചെയ്യാം. പക്ഷെ ഒരു വ്യക്തി വോട്ട് ചെയ്യുന്നത് ഏത് പാർട്ടിക്കാണ് അല്ലെങ്കിൽ ഏത് വ്യക്തിക്കാണ് എന്നൊന്നും ഷൂട്ട് ചെയ്യാനുള്ള അധികാരങ്ങളൊന്നുമില്ല. To enable as many electors as possible to vote, the officials of the Election Commission try to ensure that there is a polling station within 2 kilometers. ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ ഒരു വോട്ടർ ആണെങ്കിൽ പോലും വോട്ടിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ പോളിംഗ് ബൂത്ത് സജ്ജീകരിച്ചിരിക്കണം. നമ്മൾ ഈ ഇലക്ഷൻ സമയത്തൊക്കെ കേൾക്കാറുണ്ട്, ഒരൊറ്റ വോട്ടറിന് വേണ്ടി കാടിൻ്റെ അകത്തും കിലോമീറ്ററുകൾക്കപ്പുറം മറ്റേ ചങ്ങാടത്തിലൂടെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ പോകുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോലും പോളിംഗ് ബൂത്ത് സജ്ജീകരിക്കുന്നതായി ബന്ധപ്പെട്ട് വാർത്ത നമ്മൾ കേൾക്കാറുണ്ട്. അപ്പം അതാണ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഏതൊരു വോട്ടറിനും അദ്ദേഹത്തിൻ്റെ ആ ഒരു വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർ പ്ലേസിൽ നിന്ന് 2 കിലോമീറ്ററിനകത്ത് പോളിംഗ് ബൂത്ത് ലഭിച്ചിരിക്കണം. ഈ ഒരു കണ്ടീഷനുണ്ട്. കാരണം ഏതൊരു വ്യക്തിക്കും വന്ന് ഈസായിട്ട് അദ്ദേഹത്തിന് വന്ന് വോട്ട് ചെയ്ത് പോകാൻ വേണ്ടിയാണ്. അപ്പം അതേപോലെ തന്നെ പോളിംഗ് സ്റ്റേഷനിൽ ഏറ്റവും കുറഞ്ഞതെന്നല്ല, ഏകദേശം 1200 പേര്, 1200 പേരിൽ കൂടുതലാവാൻ പാടില്ല. 1200 പേരിൽ കൂടുതലാവാൻ പാടില്ല ഒരു പോളിംഗ് ബൂത്തിൽ. അതേപോലെ തന്നെ 8 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഡേ ടൈമിൽ വർക്ക് ചെയ്തിരിക്കണം. 8 മണിക്കൂറെങ്കിലും ഡേ ടൈമിൽ ഒരു പോളിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ പോളിംഗ് ബൂത്ത് ഓപ്പൺ ആയിരിക്കണം. അപ്പം ഇതൊക്കെ മാക്സിമം ആൾക്കാർക്ക് പാർട്ടിസിപ്പേഷന് വേണ്ടിയാണ്. അതായത് ഒരു വോട്ട് പോലും അല്ലെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള ഒരു വോട്ടറിന് പോലും വോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് വിചാരിച്ച് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അതായത് ഏതൊരു വ്യക്തിക്കും 2 കിലോമീറ്ററിനകത്ത് പോളിംഗ് സ്റ്റേഷൻ ലഭിച്ചിരിക്കണം. അതേപോലെ തന്നെ ഒരു പകൽ സമയം 8 മണിക്കൂറെങ്കിലും പോളിംഗ് സ്റ്റേഷൻ ഓപ്പൺ ആയിരിക്കണം. അതേപോലെ തന്നെ ഒരു പോളിംഗ് ബൂത്തിൽ 1200 പേരിൽ കൂടുതലാകാൻ പാടില്ല. ഇനി കൗണ്ടിങ് വോട്ട്സിനെ പറ്റി അടുത്ത നമുക്ക് പഠിക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ കൗണ്ടിങ് ഓഫ് വോട്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജനങ്ങൾക്കാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കാണെങ്കിലും സ്ഥാനാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ രാവിലെ മുതൽ അവർ മുൾമുനയിൽ നിൽക്കുന്ന ദിവസം ഈ വോട്ട് കൗണ്ടിങ് ദിവസമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളും ഇതേപോലെ രാവിലെ തൊട്ട് ടി വിയുടെ ഫ്രണ്ട്, ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെയും മനോരമയും മാതൃഭൂമിയുടെ ഒക്കെ ഫ്രണ്ടിൽ നമ്മൾ ഇരിക്കുന്ന ഒരു ദിവസമാണ് ഈ വോട്ട് കൗണ്ട് ചെയ്യുന്ന ദിവസം. അപ്പോൾ ഈ വോട്ട് കൗണ്ട് ചെയ്യുന്നതിനെ പറ്റിയാണ് ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. After the polling has finished, the votes are counted under the supervision of returning officer. Returning officer പറ്റി ഇനി അങ്ങോട്ടുള്ള സ്ലൈഡ്സിൽ വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമ്മുടെ റിട്ടേണിംഗ് ഓഫീസേഴ്സിൻ്റെയും അതേപോലെ തന്നെ ഇലക്ഷൻ ഒബ്സർവേഴ്സിൻ്റെയും മേൽനോട്ടത്തിലാണ് നമ്മുടെ വോട്ടിംഗ് അല്ലെങ്കിൽ വോട്ട് കൗണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ റിട്ടേണിംഗ് ഓഫീസേഴ്സും അതേപോലെ തന്നെ ഒബ്സർവേഴ്സിൻ്റെ സൂപ്പർവിഷനിലാണ് നമ്മുടെ വോട്ട്സ് കൗണ്ട് ചെയ്യുന്നത്. വോട്ട് കൗണ്ട് ചെയ്തതിന് ശേഷം ഒരു മണ്ഡലത്തിൽ നിന്ന്, ഒരു പാർലമെൻറ്റ് മണ്ഡലം അല്ല എങ്കിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഏത് വ്യക്തിക്കാണ് അല്ലെങ്കിൽ ഏത് സ്ഥാനാർത്ഥിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് എന്ന ഡേറ്റ നൽകുന്നത് റിട്ടേണിംഗ് ഓഫീസറാണ്. Returning officer declares the name of the candidate to whom the largest number of votes has been given as the winner and as having been returned to the constituency to the concerned house. അപ്പോൾ ഈ ഒരു സിസ്റ്റം തന്നെയാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകും. ഈ ഒരു സിസ്റ്റം തന്നെയാണ് ലോക്സഭയിലും അതേപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന് നമ്മൾ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്ന് പറയും, FPTP. അപ്പോൾ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, ഈ FPTP, ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് ഇലക്ടറൽ സിസ്റ്റം. നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ബേസിസിലാണ് നമ്മുടെ ലോക്സഭ ഇലക്ഷൻ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ഇലക്ഷനൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത് പ്രകാരം വേറൊന്നുമല്ല, ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന ആൾ ജയിക്കും. ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന ആൾ ജയിക്കും. അല്ലാണ്ട് മുഴുവൻ വോട്ടിൻ്റെ പകുതിയിൽ കൂടുതൽ വോട്ട് ലഭിക്കണം എന്നൊരു ക്രൈറ്റീരിയൻ ഇല്ല. അപ്പം ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പം 100 വോട്ടുകളാണ് ഒരു സ്ഥലത്ത് ഉള്ളതെന്ന് വിചാരിക്കുക. മൊത്തം 100 എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ് ഉണ്ട്. ഇപ്പം 100 പേരും വന്ന് വോട്ട് ചെയ്യുന്നു. 3 കാൻഡിഡേറ്റ്സ് ഉണ്ട്. അപ്പം ആദ്യത്തെ കാൻഡിഡേറ്റിന് 40 വോട്ട് ലഭിക്കുന്നു. രണ്ടാമത്തെ കാൻഡിഡേറ്റിന് 35 വോട്ട് ലഭിക്കുന്നു. മൂന്നാമത്തെ ആൾക്ക് 25 വോട്ട് ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ജയിക്കുന്നതാരാ? 40 വോട്ട് ലഭിക്കുന്ന ആദ്യത്തെ സ്ഥാനാർത്ഥിയല്ലേ? പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 40 വോട്ട് ലഭിക്കുന്ന വ്യക്തിക്ക്
മൊത്തം വോട്ടിന്റെ പകുതിയിൽ കൂടുതൽ വോട്ട് ലഭിക്കുന്നുണ്ടോ? അതായത് 100ന്റെ പകുതിയായി 50ൽ കൂടുതൽ വോട്ട് ലഭിക്കുന്നുണ്ടോ? ഇല്ല, അദ്ദേഹത്തിന് 40 വോട്ട് മാത്രമേ ലഭിക്കുന്നുള്ളൂ. പക്ഷേ അദ്ദേഹമാണ് ജയിക്കുന്നത്. ഇതിനെ കേവല ഭൂരിപക്ഷം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. FPTP സിസ്റ്റത്തിന് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇതാണ് മാക്സിമം വോട്ട്, കൂടുതൽ വോട്ട് കിട്ടിയാൽ മതി, അല്ലാതെ പകുതിക്ക് താഴെ വരണം എന്നുള്ളൊരു കണ്ടീഷനില്ല, കേവല ഭൂരിപക്ഷം. ഈ ഒരു സിസ്റ്റത്തിന്റെ ബേസിസിലാണ് നമ്മുടെ ലോക്സഭ അതേപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലേക്കൊക്കെ ഉള്ള ഇലക്ഷൻ വരുന്നത്. FPTP ഓർത്ത് വെച്ചോ, ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. അപ്പം ഇത് ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ PSCയുടെ. നമ്മുടെ അറിയാം, നമ്മുടെ രാജ്യത്തിന് പല ജോഗ്രഫിക്കൽ ഏരിയാസ് ആയിട്ട് തിരിക്കും. ഈ ജോഗ്രഫിക്കൽ ഏരിയാസിനെ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിട്ട് തിരിക്കും, മണ്ഡലങ്ങളായിട്ട് തിരിക്കും. ഈ മണ്ഡലത്തിൻ്റെ അകത്ത് നിന്നല്ലേ ഒരു വോട്ടറിനെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നത്. ആൻഡ് എലക്ടേഴ്സ് ക്യാൻ കാസ്റ്റ് 1 vote each for a candidate, the winner being the candidate who gets the maximum votes. ഇതേ രീതി തന്നെയാണ് നമ്മുടെ സംസ്ഥാന നിയമസഭകളിലും വരുന്നത്. ഈ ലോക്സഭയിലെ അതേ രീതി, അതായത് അതേ രീതി എന്ന് പറയുന്നത് FPTP സിസ്റ്റം, ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. ഇതേ രീതി തന്നെയാണ് സ്റ്റേറ്റ് അസംബ്ലീസിലും ഉള്ളത്. Same manner as the Lok Sabha election, with the states and union territories divided into single member constituencies and first past the post electoral system. ഈ സിംഗിൾ മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസിയും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരാളെ മാത്രമല്ലേ ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കാറുള്ളൂ, അല്ലെങ്കിൽ ഒരാളെ മാത്രമല്ലേ തിരഞ്ഞെടുക്കാറുള്ളൂ. ആ ഒരു സിസ്റ്റമാണ് ഈ സിംഗിൾ മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത്. പക്ഷേ മറ്റ് പല സിസ്റ്റം ഉണ്ട്, ഒരാളിൽ കൂടുതൽ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതുമായിട്ട് ഭയങ്കര ഫെമിലിയർ അല്ല. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു സിസ്റ്റം വരുന്നില്ല. അപ്പം അങ്ങനെയുള്ള സിസ്റ്റംസ് ഉണ്ട്. പക്ഷെ നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരാൾ മാത്രം, ആ ഒരു കോൺസെപ്റ്റാണ് സിംഗിൾ മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി അടുത്ത മീഡിയ കവറേജിനെ കുറിച്ച് പറയാം. നമ്മുടെ ഈ വോട്ട് കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട മീഡിയയ്ക്ക് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ഈ ഇലക്ഷൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് തന്നെ ഫ്രീ, ഫെയർ ആൻഡ് ട്രാൻസ്പെറൻറ്റ് ഇലക്ഷൻ. വളരെ ഫ്രീ ആയിട്ടുള്ള, ഫെയർ ആയിട്ടുള്ള, ട്രാൻസ്പെറൻറ്റ് ഇലക്ഷൻ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വോട്ടിംഗ് കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ മീഡിയാസിനെല്ലാം സ്പെഷ്യൽ പാസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഈ കൗണ്ടിങ് ഹാളിൽ തന്നെ പ്രവേശിച്ച് ഷൂട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതായത് അവരുടെ ഫ്രണ്ടിൽ വെച്ചാണ് ഈ വോട്ട് കൗണ്ടിങ് നടക്കുന്നത്. അപ്പോൾ അതുവഴി നമുക്ക് കുറച്ചുകൂടി ട്രാൻസ്പെറൻസി പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ലേ? അപ്പോൾ ആ ഒരു കാര്യമാണ് മീഡിയ കവറേജിനെ പറ്റി പറയുന്നത്. In order to bring as much transparency as possible to the electoral process, the media are encouraged and provided with facilities to cover the election, although subject to maintaining the secrecy of the vote. Media persons are given special passes to enter polling stations to cover the poll process and the counting halls during the actual counting of votes. ഈ വോട്ട് കൗണ്ട് ചെയ്യുന്ന സമയത്താണ് അവർക്ക് ഇത്രയും അധികാരങ്ങൾ വരുന്നത്, അല്ലാതെ വോട്ടിംഗ് ചെയ്യുന്ന സമയത്തല്ല. വോട്ടിംഗ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ ഉള്ള അധികാരമുണ്ട്. പക്ഷേ ആർക്കാണോ വോട്ട് ചെയ്യുന്നത് എന്ന് ഷൂട്ട് ചെയ്യാൻ പാടില്ല. അത് മീഡിയയ്ക്ക് മാത്രമല്ല, ആർക്കാണെങ്കിലും ഷൂട്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യാനൊന്നും പാടില്ല. വോട്ടിംഗ് എന്ന് പറയുന്ന എപ്പോഴും സീക്രറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വോട്ടിങ്ങിന് സീക്രസി ഉള്ളതാണ്. ഇനി എലക്ഷൻ പെറ്റീഷനെ കുറിച്ച് പറയാം. ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നടന്ന ഇലക്ഷന് എന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസ് ഉണ്ട് എന്ന് നമുക്ക് തോന്നിയെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റും. ഈ എലക്ഷൻ പെറ്റീഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ സിവിൽ സ്യൂട്ട് പോലെയൊന്നുമല്ല. സിവിൽ സ്യൂട്ടിനെ പോലെയല്ല. ഇതിൽ ഒരു മണ്ഡലത്തിനെ മുഴുവൻ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് എലക്ഷൻ പെറ്റീഷനെ കണക്കാക്കുന്നത്. ഒരു മണ്ഡലത്തിനെ മുഴുവൻ അഫക്റ്റ് ചെയ്യുന്ന ഒരു മാൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു ഡിസ്പ്യൂട്ട് ആയിട്ടാണ് എലക്ഷൻ പെറ്റീഷനെ കണക്കാക്കുന്നത്. Any elector or candidate can file an election petition if he or she thinks there has been malpractice during the election. ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. സ്ഥാനാർത്ഥി ആവണം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടി മെമ്പർ ആവണം അങ്ങനെയൊന്നുമില്ല. കാൻഡിഡേറ്റിനോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി മെമ്പറിനോ ഇതൊന്നും അല്ലാത്ത നമ്മുടെ പോലെയുള്ള സാധാരണ പൗരന്മാർക്ക് വേണമെങ്കിലും എലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. എലക്ഷൻ പെറ്റീഷൻ സാധാരണ ഒരു സിവിൽ സ്യൂട്ട് പോലെയല്ല. പകരം ഇത് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയുടെ മുഴുവൻ ആവശ്യമായിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മുഴുവൻ കാര്യമായിട്ടാണ് ഈ ഒരു എലക്ഷൻ പെറ്റീഷനെ കണക്കാക്കുന്നത്. ഹൈക്കോർട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട വിധി കേൾക്കുന്നത്. ഹൈക്കോർട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിധി കേൾക്കുന്നത്, വിധി പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ ഇപ്പം നമ്മുടെ ഹൈക്കോർട്ടിൽ ഇപ്പോൾ ഏത് സംസ്ഥാനത്താണോ എലക്ഷൻ നടക്കുന്നത് ആ സംസ്ഥാനത്തെ ഹൈക്കോർട്ടിനാണേ. അപ്പോൾ അങ്ങനെ ഒരു ഹൈക്കോർട്ടിന് ഇവിടെ ഒരു മാൽ പ്രാക്ടീസ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ഈവൻ ആ ഒരു എലക്ഷന് റീകൗണ്ടിങ് അല്ലെങ്കിൽ
വീണ്ടും ഒന്നുകൂടെ എലക്ഷൻ നടത്താൻ അല്ലെങ്കിൽ എലക്ഷൻ നടത്തണമെന്ന് പറയാനുള്ള അധികാരവും ഹൈക്കോടതിക്കുണ്ട്. അങ്ങനെയാണ് എങ്കിൽ വീണ്ടും എലക്ഷൻ രണ്ടാമത് ഒന്നുകൂടെ നടത്തണം. ഒന്നെങ്കിൽ കൗണ്ടിങ് ചെയ്യണം, അല്ലെങ്കിൽ എലക്ഷൻ രണ്ടാമത് നടത്തണം. ഇനി അടുത്തതാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. ഇപ്പം നമ്മുടെ നിലവിലുള്ള കേരളത്തിൻ്റെ ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് രത്തൻ യു കേൽക്കർ എന്ന് പറയുന്ന സീനിയർ ആയിട്ടുള്ള IAS ഉദ്യോഗസ്ഥനാണ്. നോർമലി പ്രിൻസിപ്പൽ സെക്രട്ടറി അതേപോലെ തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലൊക്കെ ഉള്ള ആൾക്കാരെയാണ് നമ്മുടെ ചീഫ് ഇലക്ടറൽ ഓഫീസറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ സ്റ്റേറ്റിൻ്റെ കാര്യമാണെങ്കിൽ സ്റ്റേറ്റിലെ സീനിയർ മോസ്റ്റ് IAS ഉദ്യോഗസ്ഥരെയാണ് അത് അപ്പോയിന്റ് ചെയ്യുന്നത്. ഭരണഘടനയിൽ ഇവരുടെ ക്വാളിഫിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ യാതൊരുവിധ തർക്കങ്ങളും വരാതിരിക്കാൻ വേണ്ടി സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള IAS ഓഫീസേഴ്സിനെയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. സംസ്ഥാനത്തിൻ്റെ അകത്ത് ഉള്ള ഒരു IAS ഉദ്യോഗസ്ഥനായിരിക്കും ഇദ്ദേഹം. പക്ഷേ ഇദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ല, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ECI ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് ചീഫ് ഇലക്ടറൽ ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അദ്ദേഹം ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരവുമല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് സ്റ്റേറ്റിനകത്തുള്ള ഒരു സീനിയർ മോസ്റ്റ് IAS ഉദ്യോഗസ്ഥനെ ചീഫ് ഇലക്ടറൽ ഓഫീസർ CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. The Chief Electoral Officer of a state, union territory is authorized to supervise the election work in the state, union territory subject to the overall superintendence, direction and control of election commission. Election കമ്മീഷൻ്റെ ഓവറോൾ സൂപ്രണ്ടൻസിലും ഡയറക്ഷനിലും കൺട്രോളിലും വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്ന ആ ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ആ ഒരു യൂണിയൻ ടെറിട്ടറിയിൽ നടക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഇലക്ഷൻസിൻ്റെ എല്ലാം ഹെഡ് എന്ന് പറയുന്നതും നമ്മുടെ ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. ഇദ്ദേഹത്തിനെ ചീഫ് ഇലക്ടറൽ ഓഫീസറായി അപ്പോയിന്റ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് വിത്ത് കൺസൾട്ടേഷൻ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പം ഇങ്ങനെ ഒരു വ്യക്തിയെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആക്കി കഴിഞ്ഞാൽ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഓഫീസറായിട്ടല്ല, പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഓരോ ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അല്ല എങ്കിൽ ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ബോസ് എന്ന് പറയുന്നത് ECI ആണ്, ഇലക്ഷൻ കമ്മീഷനാണ്, അല്ലാതെ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ല. The Election Commission of India nominates or designates an officer of the government of state, union territory as the chief electoral officer in consultation with. ഈ ഒരു കാര്യം കൂടെ ഓർത്തോളണം. ECI സ്വമേധയായി അദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്യുന്നതല്ല, ചീഫ് ഇലക്ടറൽ ഓഫീസറിനെ ECI അപ്പോയിന്റ് ചെയ്യും ആഫ്റ്റർ ദ കൺസൾട്ടേഷൻ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയുടെ അഡ്മിനിസ്ട്രേഷൻ. ഇനി അടുത്തത് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ, അതായത് ജില്ലയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ഷൻ ഓഫീസറാണ് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ. അപ്പോൾ അതാരായിരിക്കും? നോർമലി നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടേഴ്സിനെയാണ് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരായിരിക്കും? സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കുമോ? അല്ല, ഇലക്ഷൻ കമ്മീഷൻ, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത്. നോർമലി അതായത് ഡിസ്ട്രിക്ട് കളക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെയാണ്. പക്ഷേ ഈ ഡിസ്ട്രിക്ട് കളക്ടേഴ്സിനെ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. അതും അവർ സ്വമേധയായല്ല അപ്പോയിന്റ് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൺസൾട്ടേഷന് ശേഷമാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡിസ്ട്രിക്ട് കളക്ടേഴ്സിനെ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ജില്ലയ്ക്കകത്ത് വരുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഏറ്റവും മുകൾ തട്ടിലുള്ള വ്യക്തി എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസറാണ്. അപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ തൊട്ട് മുന്നേ ചീഫ് ഇലക്ടറൽ ഓഫീസറിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു IAS ഉദ്യോഗസ്ഥനാണ്. അപ്പം അങ്ങനെ ഒരു വ്യക്തി CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ബോസ് ഇലക്ഷൻ കമ്മീഷനാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുന്നതല്ല, ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന കാര്യമേ അദ്ദേഹത്തിന് കേൾക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കാര്യവും അതേപോലെ തന്നെ. ഇപ്പോൾ ഒരു ജില്ലാ കളക്ടറിനെ നമ്മുടെ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസറായിട്ട് അപ്പോയിന്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ബോസ് എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്, അല്ലാതെ എല്ലാ കാര്യങ്ങളിലും അല്ല. Election Commission of India nominates or designates an officer of the state government as the district election officer in consultation with the state government. In consultation with the state government ഒന്നും മറന്നു പോവല്ലേ, ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ ആ ഒരു സെൻറ്റൻസും കൂടെ കാണും. ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കൺസൾട്ടേഷൻ ഇല്ലാതെ എന്നായിരിക്കും, അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ കൺസൾട്ടേഷൻ ഓടെ എന്നൊക്കെ ആയിരിക്കും. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഡിസ്ട്രിക്ട് കളക്ടേഴ്സാണ് നോർമലി ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നത്.
അപ്പോൾ ഈ ഡിസ്ട്രിക്ട് കളക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അവരെ ഒന്ന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡെപ്യൂട്ടി കളക്ടേഴ്സ് ഉണ്ട്, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടേഴ്സ്. നമ്മുടെ നോർമലി കേസുകാരൊക്കെ വരുന്നില്ലേ, കേസുകാരൊക്കെ ഈ പറയുന്ന ഡെപ്യൂട്ടി കളക്ടർ റാങ്കിലൊക്കെയാണ് അവരെ കയറുന്നത്. അപ്പോൾ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടേഴ്സും അതേപോലെ തന്നെ അസിസ്റ്റൻസും ഉണ്ട്. ആർക്ക്? ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസറിന്, അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പം നമ്മുടെ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസേഴ്സ് കോർഡിനേറ്റ് ആൻഡ് സൂപ്പർവൈസ് ഓൾ വർക്ക്സ് ഇൻ റെസ്പെക്റ്റീവ് ഡിസ്ട്രിക്ട്സ് ഓർ ഇൻ ദ ഏരിയ വിത്തിൻ ദിയർ jurisdiction in connection with the preparation or revision of electoral rolls and the conduct of elections to local self-government institutions subject to the superintendent's direction and control of the state election commission. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ രണ്ടിലും ഒരു ജില്ലയുടെ ഹെഡ് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ നമ്മുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഒരു ഇലക്ഷൻ ആണെങ്കിലും, അതായത് ലോക്സഭാ ഇലക്ഷൻ ആണെങ്കിലും സംസ്ഥാന നിയമസഭാ ഇലക്ഷൻ ആണെങ്കിലും, അല്ല സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണെങ്കിലും ഒരു ജില്ലയുടെ പരമാധികാരി എന്ന് പറയുന്നത് ജില്ലാ കളക്ടറായ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ തന്നെയാണ്. അപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ മേൽനോട്ടം മാത്രമല്ല, ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ട്, ഇലക്ടറൽ റോള് തയ്യാറാക്കുക, അതേപോലെ തന്നെ അത് റിവൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയും ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ധാരാളം ചെലവുകൾ വരുമല്ലോ. അപ്പോൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ചെലവുകൾ ഈ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന ഫണ്ടുകളെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസേഴ്സ് വഴിയാണ് കേട്ടോ. The commission provides funds to various officials for meeting election expenditure through the district election officers. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, ആരിലേക്കാണ് അല്ലെങ്കിൽ ആർക്കാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇലക്ഷൻ്റെ സമയത്ത് ഫണ്ട് കൊടുക്കാൻ വേണ്ടി അലൊക്കേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസറാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലോട്ടാണ് ആ ഒരു ഫണ്ടും കാര്യങ്ങളും കൊടുക്കുന്നത്. ഇദ്ദേഹമാണ് അത് പലതായിട്ട് അലൊക്കേറ്റ് ചെയ്യുന്നത്. The election deputy collectors have been designated. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇതും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു പോയിന്റാണ്. നമ്മുടെ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടേഴ്സിനെ അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസേഴ്സ് അതിൻ്റെ അപ്പോയിൻറ്റ് ചെയ്യും, പ്രൊവൈഡഡ് മുനിസിപ്പാലിറ്റി ആൻഡ് കോർപ്പറേഷൻ ഇലക്ഷൻ ആണ് എങ്കിൽ. അതായത് നമ്മുടെ മുനിസിപ്പാലിറ്റി ആൻഡ് കോർപ്പറേഷൻ ഇലക്ഷൻ ആണ് എങ്കിൽ, ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസേഴ്സ്, ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസേഴ്സ് ആയിട്ട് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടേഴ്സിനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് പകരം പഞ്ചായത്ത് ഇലക്ഷൻ ആണെന്ന് വിചാരിക്കുക. പഞ്ചായത്ത് ഇലക്ഷൻ ആണ് എങ്കിൽ അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസറായിട്ട് പഞ്ചായത്തിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറിനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് ആൾക്കാരാണ്. ഒന്നുകൂടെ പറയാം, മുനിസിപ്പാലിറ്റി ആൻഡ് കോർപ്പറേഷൻ ഇലക്ഷൻ ആണെങ്കിൽ അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസറായിട്ട് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടേഴ്സിനെയും, അല്ല പഞ്ചായത്ത് ഇലക്ഷൻ ആണ് എങ്കിൽ അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസറായിട്ട് പഞ്ചായത്തിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറിനെയുമാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി റിട്ടേണിംഗ് ഓഫീസർ RO, ശരിക്കും പറഞ്ഞാൽ ഇതിന് ഓർത്തിരിക്കാൻ ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ഓഫീസർ എന്ന് ഓർത്താലും മതി. റെസ്പോൺസിബിലിറ്റി ഓഫീസർ ഒരു മണ്ഡലത്തിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളുടെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം അധികാരി എന്ന് പറയുന്നത് നമ്മുടെ റിട്ടേണിംഗ് ഓഫീസറാണ്. RO അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു കോഡായിട്ടാണ് ഞാൻ പറഞ്ഞ റെസ്പോൺസിബിലിറ്റി ഓഫീസർ. അപ്പോൾ നമുക്കറിയാം ഓരോ മണ്ഡലത്തിലും ഒരു റിട്ടേണിംഗ് ഓഫീസർ ഉണ്ടായിരിക്കണം. ഇപ്പോൾ പാർലമെൻറ്റ് മണ്ഡലത്തിലാണെങ്കിൽ ഒരു പർട്ടിക്കുലർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു റിട്ടേണിംഗ് ഓഫീസർ, സംസ്ഥാന നിയമസഭയുടെ മണ്ഡലമാണെങ്കിൽ ആ നിയമസഭയ്ക്കകത്ത് ആ ഒരു നിയമസഭാ മണ്ഡലത്തിൻ്റെ അകത്ത് ഒരു റിട്ടേണിംഗ് ഓഫീസർ. ഈ മണ്ഡലത്തിൻ്റെ ഈ മണ്ഡലത്തിനകത്ത് വരുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും ഹെഡ് എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. Returning officer of a parliamentary or assembly constituency is responsible for the conduct of elections in the parliamentary or assembly constituency concerned. The Election Commission of India nominates or designates an officer of the government or a local authority as the returning officer for each of the assembly and parliamentary constituencies in consultation with the state government അല്ലെങ്കിൽ union territory administration. ഇപ്പം നമ്മൾ നേരത്തെ CEO ചീഫ് ഇലക്ടറൽ ഓഫീസറിൻ്റെയും അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസറിൻ്റെയും കാര്യം പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ അവരുടെ അപ്പോയിൻമെൻ്റ് പോലെ തന്നെ
സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് നമ്മുടെ ഈ പറഞ്ഞ റിട്ടേണിംഗ് ഓഫീസറിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇദ്ദേഹമാണ് ശരിക്കും കിങ് പിൻ. ഈ ഒരു വേർഡ് ഓർത്ത് വെച്ചോ, കിങ് പിൻ. ഇലക്ഷനുമായി ബന്ധപ്പെട്ട കിങ് പിൻ ആര് എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് ഈ ഒരു വേർഡ് കാണുവാണെങ്കിൽ അപ്പോൾ ഓർത്തോളുക, പ്രിസൈഡിംഗ് ഓഫീസറോ പോളിംഗ് ഓഫീസറോ ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറോ ചീഫ് ഇലക്ഷൻ കമ്മീഷണറോ ഒന്നുമല്ല, റിട്ടേണിംഗ് ഓഫീസറാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട കിങ് പിൻ എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ RO, റെസ്പോൺസിബിലിറ്റി ഓഫീസർ എന്നങ്ങ് ഓർത്ത് വെച്ചോളുക. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അധികാരങ്ങളുള്ള, ഏറ്റവും കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും ഈ പറയുന്ന വിന്നർ ആരാണ് എന്ന് പോലും പ്രഖ്യാപിക്കാനുള്ള അധികാരമുള്ള വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഈ റിട്ടേണിംഗ് ഓഫീസറാണ്. He occupies the most important position in all the affairs connected with the election. It shall be his general duty to do all such acts and things as may be necessary for effectually conducting the election in the manner as provided in the act and rules or orders made thereunder. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളിലും പറയുന്ന രീതിയിൽ തന്നെയാണ് ഈ ഇലക്ഷൻ നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതും, അതേപോലെ ഈ നിയമങ്ങളുടെ ബേസിസിൽ ഇലക്ഷൻ നടത്തുന്ന വ്യക്തിയും നമ്മുടെ ഈ റിട്ടേണിംഗ് ഓഫീസറാണ്. ഇനി അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടിയുള്ള അടുത്ത പോസ്റ്റാണ് ARO, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ. നമുക്ക് പേരിൽ നിന്ന് തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും, റിട്ടേണിംഗ് ഓഫീസറിനെ സഹായിക്കാൻ വേണ്ടിയുള്ള വ്യക്തിയാണ് ARO. AROമാരെ തൊട്ടാണ് അപ്പോയിൻമെൻറ്റിൽ ഒരു വ്യത്യാസം വരുന്നത്. ഞാൻ ഇതിനു മുന്നേ ചീഫ് ഇലക്ടറൽ ഓഫീസറിൻ്റെ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസറിൻ്റെ, അത് കഴിഞ്ഞ് റിട്ടേണിംഗ് ഓഫീസറിൻ്റെ, ഇവരുടെയൊക്കെ കാര്യം പറഞ്ഞ സമയത്ത് പറഞ്ഞായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഈ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറിൻ്റെ കേസ് അങ്ങനെയല്ല. ഈ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ തൊട്ടുള്ള ആൾക്കാരെ നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിട്ടേണിംഗ് ഓഫീസറിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നോ അതിൽ കൂടുതലോ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒന്നോ അതിൽ കൂടുതലോ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യാൻ ആർക്ക് അധികാരമുണ്ട്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ അധികാരമുണ്ട്. ഇവിടെ നമ്മുടെ AROയുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ല, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. പിന്നെ ഈ ഫങ്ഷൻസിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ ഈ ROന്റെ അല്ലെങ്കിൽ റിട്ടേണിംഗ് ഓഫീസറിൻ്റെ ഒട്ടുമിക്ക ഫങ്ഷൻസും AROന് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരെണ്ണം ഒഴിച്ച് നോമിനേഷൻ സ്ക്രൂട്ടിനി ചെയ്യാനുള്ള അധികാരമില്ല. നോമിനേഷൻ സ്ക്രൂട്ടിനി ചെയ്യാനുള്ള അധികാരം AROയിനില്ല, ROന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പം നമ്മുടെ റിട്ടേണിംഗ് ഓഫീസറിനെ അദ്ദേഹത്തിൻ്റെ ജോലി അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ ഈ ഒരു കാര്യം നോട്ടിഫിക്കേഷൻ സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നതിൽ നിന്ന് സംസ്ഥാനം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയാൽ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തിനെ മാറ്റി നിർത്തുവാണ് എങ്കിൽ മാത്രം നോമിനേഷൻ സ്ക്രൂട്ടിനൈസ് ചെയ്യാൻ AROന് സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചാലേ അറിയാവുള്ളൂ, അല്ലാണ്ട് ഒരിക്കലും നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമോ. How the assistant returning officer not perform any of the functions of the returning officer which relates to the scrutiny of nominations. Scrutiny of nominations unless the returning officer is unavoidably prevented from performing the said function. അപ്പോൾ ഓർത്തിരിക്കുക ആ ഒരു പോയിന്റ്. ഇനി അടുത്ത ആളാണ് ERO, ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ. അപ്പം നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ എന്താണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലാവും. ഈ പറയുന്ന നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ടറൽ റോള് രജിസ്ട്രേഷൻ ചെയ്യുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുന്ന ആളായിരിക്കും. നമുക്ക് എന്താണെന്ന് നോക്കാം. The electoral registration officer is responsible for the preparation of electoral rolls for the parliamentary assembly constituency. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മുടെ പാർലമെന്റ് മണ്ഡലം അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭാ മണ്ഡലത്തിലുള്ള ഇലക്ടറൽ റോള് തയ്യാറാക്കുന്ന വ്യക്തിയാണ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ERO എന്ന് പറയുന്ന വ്യക്തി ഒരു സംസ്ഥാന സർക്കാർ ജീവനക്കാരനോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനോ ആയിരിക്കും. അപ്പോൾ ഓർത്തിരിക്കുക, ഒന്നെങ്കിൽ അദ്ദേഹം ഒരു സംസ്ഥാന
ഗവൺമെൻറ് ജീവനക്കാരൻ, സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാരൻ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ഗവൺമെൻറ് ജീവനക്കാരൻ, അല്ല എങ്കിൽ ഒരു ലോക്കൽ അതോറിറ്റി ഉദ്യോഗസ്ഥനായിരിക്കും നമ്മുടെ ERO എന്ന് പറയുന്ന വ്യക്തി. EROയും AROയും ഒന്നല്ല, രണ്ടും രണ്ടാണ്. മറ്റേത് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ, ഇത് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസർ. ശരിക്കും പറഞ്ഞാൽ റിട്ടേണിംഗ് ഓഫീസർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഫീൽഡിൽ ഇറങ്ങി ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രിസൈഡിംഗ് ഓഫീസറാണ്. നമ്മുടെ ഓരോ പോളിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഓരോ പോളിംഗ് ബൂത്തിൻ്റെയും ഹെഡാണ് പ്രിസൈഡിംഗ് ഓഫീസർ. ഒരു മണ്ഡലത്തിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് റിട്ടേണിംഗ് ഓഫീസറാണ് എങ്കിൽ ഒരു പോളിംഗ് ബൂത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പോളിംഗ് സ്റ്റേഷൻ്റെ ഹെഡ് എന്ന് പറയുന്നത് പ്രിസൈഡിംഗ് ഓഫീസറാണ്. Presiding officer with the assistance of polling officers conduct the poll at a polling station. The district election officer, അടുത്ത് ഓർത്ത് വെച്ചോളുക ഈ ഒരു കാര്യം. The district election officer appoints the presiding officers and the polling officers. ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ പറഞ്ഞില്ല. പ്രിസൈഡിംഗ് ഓഫീസറിനെയും പോളിംഗ് ഓഫീസേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ജില്ലാ കളക്ടറായ ഡിസ്ട്രിക്ട് എലക്ഷൻ ഓഫീസറാണ്. അപ്പം അദ്ദേഹം ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് പേരുടെ അപ്പോയിൻമെൻറ്റിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു റോള് വരുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചോളുക. ഇൻ കേസ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് സച്ച് അപ്പോയിൻമെൻറ്റ്സ് ആർ മെയ്ഡ് ബൈ ദ റിട്ടേണിംഗ് ഓഫീസേഴ്സ്. ഇപ്പോൾ യൂണിയൻ ടെറിട്ടറി ആണ് എങ്കിൽ ഈ പ്രിസൈഡിംഗ് ഓഫീസറിനെയും അതേപോലെ തന്നെ പോളിംഗ് ഓഫീസറിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് എലക്ഷൻ ഓഫീസർ അല്ല, പകരം ആരാണ്? റിട്ടേണിംഗ് ഓഫീസറാണ്. എപ്പോൾ മാത്രം? യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ. സ്റ്റേറ്റ് ആണെങ്കിൽ ആര് അപ്പോയിന്റ് ചെയ്യും? ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ അപ്പോയിന്റ് ചെയ്യും. ഇറ്റ് ഈസ് ദ ജനറൽ ഡ്യൂട്ടി ഓഫ് ദ പ്രിസൈഡിംഗ് ഓഫീസർ അറ്റ് എ പോളിംഗ് സ്റ്റേഷൻ ടു എൻഷുർ ദാറ്റ് ദ പോളിംഗ് ഇസ് കണ്ടക്റ്റഡ് ഇൻ എ ഫ്രീ ആൻഡ് ഫെയർ മാനർ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പോളിംഗ് സ്റ്റേഷൻ, ആ ഒരു പോളിംഗ് ബൂത്തിൽ പ്രോപ്പറായിട്ട് എലക്ഷൻ നടക്കണം അല്ലെങ്കിൽ നടത്തണം അല്ലെങ്കിൽ നടത്തുന്ന വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രിസൈഡിംഗ് ഓഫീസറാണ്. ഇനി അടുത്ത ഒരു കൂട്ടം ആൾക്കാരാണ് ഒബ്സർവേഴ്സ്. ഇത് നമ്മൾ അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരിക്കത്തില്ല. നമുക്ക് എന്താണെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു പേരിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ഒബ്സർവർ നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയുള്ള ആളാണ് ഒബ്സർവർ എന്ന് നമുക്ക് മനസ്സിലാവും. അത് തന്നെയാണ്. പക്ഷേ പല ടൈപ്പ് ഓഫ് ഒബ്സർവേഴ്സ് ഉണ്ട്. ഇപ്പോൾ ജനറൽ ഒബ്സർവേഴ്സ് ഉണ്ട്, എക്സ്പെൻഡിച്ചർ ഒബ്സർവേഴ്സ് ഉണ്ട്, അവയർനെസ് ഒബ്സർവേഴ്സ് ഉണ്ട്, മൈക്രോ ഒബ്സർവേഴ്സ് ഉണ്ട്, പോലീസ് ഒബ്സർവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും ടൈപ്പ് ഓഫ് ഒബ്സർവേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഓരോന്നും എന്താണ് എന്ന് നമുക്ക് നോക്കാം. ജനറൽ ഒബ്സർവേഴ്സ് നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ജനറൽ കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയുള്ള വ്യക്തിയാണ് ജനറൽ ഒബ്സർവേഴ്സ്. ആ പേര് പോലെ തന്നെ. ദീസ് ഒബ്സർവേഴ്സ് ആർ ആസ്ക്ഡ് to keep a close watch on every stage of the electoral process to ensure free and fair elections. നമ്മുടെ ഇലക്ഷൻ പ്രോപ്പറായിട്ട് നടത്തണം അല്ലെങ്കിൽ നടത്തുകയാണ് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഉള്ള ഒബ്സർവേഴ്സാണ് ജനറൽ ഒബ്സർവേഴ്സ്. ഇനി അടുത്ത എക്സ്പെൻഡിച്ചർ ഒബ്സർവേഴ്സ്. ഈ എക്സ്പെൻഡിച്ചർ ഒബ്സർവേഴ്സാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇവരാണ് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസും അതേപോലെ തന്നെ സ്ഥാനാർത്ഥികളും നമ്മുടെ ലിമിറ്റിൽ തന്നെയാണ് പണം ചെലവാക്കുന്നത് എന്നൊക്കെ ശ്രദ്ധിക്കുന്ന വ്യക്തികളാണ് ഈ എക്സ്പെൻഡിച്ചർ ഒബ്സർവേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ നേരത്തെ CVGIL ആപ്പ് എന്ന് പറഞ്ഞില്ലേ, CVGIL ആപ്പ്. ഈ CVGIL ആപ്പിൻ്റെ പ്രത്യേകത എന്താ? CVGIL ആപ്പിലാണ് നമ്മുടെ ഈ അനാവശ്യമായിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഒന്നും പാർട്ടികളും അതേപോലെ തന്നെ സ്ഥാനാർത്ഥികളും ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ്, ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ്സ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് കംപ്ലയിൻറ്റ് നൽകാനുള്ള ഒരു ആപ്പാണ് CVGIL. അപ്പോൾ അതേപോലെ ഒരു ഫംഗ്ഷനാണ് നമ്മുടെ ഈ എക്സ്പെൻഡിച്ചർ ഒബ്സർവേഴ്സിന്. അപ്പോൾ അനാവശ്യമായിട്ട് ഇപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടി അവർ അനാവശ്യമായി പണവും കാര്യങ്ങളും ചിലവാക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ട വ്യക്തികളാണ് എക്സ്പെൻഡിച്ചർ ഒബ്സർവേഴ്സ്. ഇനി അടുത്ത പോലീസ് ഒബ്സർവേഴ്സിനെ കുറിച്ച് നോക്കാം. പോലീസ് ഒബ്സർവേഴ്സ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ അറിയാം, നോർമലി പോലീസുകാരായിരിക്കും. മെയിൻലി IPS ഉദ്യോഗസ്ഥരെയാണ് പോലീസ് ഒബ്സർവേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു സംസ്ഥാനത്തെ ഇപ്പോൾ നമ്മുടെ ലോക്സഭാ ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ഇവർ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരെ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒബ്സർവറായിട്ട് വിടാറുണ്ട്. ഇപ്പോൾ കേരളത്തിൽ കുറേ ഉദ്യോഗസ്ഥർക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ജോലി കാണും. അതല്ലാത്ത IAS ഉദ്യോഗസ്ഥർ, IPS ഉദ്യോഗസ്ഥരൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഒബ്സർവേഴ്സായിട്ട് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഉദ്യോഗസ്ഥരെ മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷന് വിശ്വാസയോഗ്യമായി തോന്നുന്ന ഏതൊരു വ്യക്തിയെയും ഒബ്സർവറായിട്ട് അപ്പോയിന്റ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മുടെ സെലിബ്രിറ്റീസിനെയൊക്കെ
അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ മോഹൻലാലൊക്കെ പല ഇലക്ഷൻസിനും ഒബ്സർവർ ആയിട്ടൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ്, പോലീസ് ഒബ്സർവർ എന്ന് പറയുന്നത് ഈ പറയുന്ന IPS കാര്യമാണ്. പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം, ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒബ്സർവേഴ്സ് ആണ് പോലീസ് ഒബ്സർവേഴ്സ്. The Commission deploy IPS officers as police observers at state and district levels, monitoring force deployment, law and order, and coordinating between civil and police administration for free and fair elections. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഓരോ പോളിംഗ് സ്റ്റേഷനിലൊക്കെ പോവുകയാണെങ്കിലും പോലീസും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അതെന്തിനു വേണ്ടിയാണ്? ജനങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയും ജനങ്ങളുടെ സെക്യൂരിറ്റിയും വേണ്ടിയാണ്. കാരണം ഇലക്ഷനൊക്കെ നടക്കുമല്ലേ, പല പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ ഒരുമിച്ച് ഒരു ഗോതയിൽ നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അതിനകത്തൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ നടക്കാം. അപ്പോൾ ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവിടെ സംഭവിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടെയാണ് പോലീസിനെയൊക്കെ അവിടെ അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും ഈ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്താൻ വേണ്ടിയൊക്കെ ഉള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ കുറേ പോളിസീസിൽ അല്ലെങ്കിൽ കുറേ പ്രിൻസിപ്പിൾസിലൊന്നാണ്. ഇനി അടുത്തതാണ് മൈക്രോ ഒബ്സർവേഴ്സ്. ഈ മൈക്രോ ഒബ്സർവേഴ്സിൻ്റെ ജോലി കുറച്ചുകൂടെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമുക്കറിയാം, ചില ഇപ്പം നോർത്തേൺ സംസ്ഥാനങ്ങളിലൊക്കെയുള്ള ഈ നക്സൽബാരി പ്രദേശം അല്ലെങ്കിൽ വേണ്ട നക്സൽ പ്രദേശങ്ങൾ, മാവോയിസ്റ്റ് പ്രദേശങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളില്ലേ, അതേ അല്ല ഈ ഗുണ്ടകളൊക്കെ ഭരിക്കുന്ന പ്രദേശങ്ങൾ, അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോളിംഗ് സ്റ്റേഷൻ തന്നെ പിടിച്ചെടുക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ക്രൂഷ്യൽ ആയിട്ടുള്ള ബൂത്തുകളിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒബ്സർവറാണ് മൈക്രോ ഒബ്സർവേഴ്സ് എന്ന് പറയുന്നത്. ടു ഒബ്സർവ് ദ പോൾ പ്രൊസീഡിങ്സ് ഓൺ ദ പോൾ ഡേ ഇൻ ക്രിട്ടിക്കൽ അല്ലെങ്കിൽ വൾനറബിൾ പോളിംഗ് സ്റ്റേഷൻസ്. കണ്ടോ, ഇവിടെ പോൾ ഡേയിലെ കാര്യമാണ്. ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊന്നും അങ്ങനെ ഒരു പോൾ ഡേ എന്ന് പറഞ്ഞില്ല. ബാക്കിയുള്ളവരൊന്നും പോൾ ഡേയിൽ മാത്രമല്ല, ഈ പറയുന്ന ആ ഒരു സമയം മൊത്തം അല്ലെങ്കിൽ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിലവിലുള്ള സമയത്ത് അത്രയും അവർ ഒബ്സർവർ ആയിട്ടിരിക്കുന്നതാണ്. പക്ഷേ ഈ മൈക്രോ ഒബ്സർവേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒരു പോളിംഗ് ദിവസത്തിലാണ് അവരുടെ ഇമ്പോർട്ടൻസ് കൂടുന്നത്. ഇൻ ക്രിട്ടിക്കൽ വൾനറബിൾ പോളിംഗ് സ്റ്റേഷൻസ് they are chosen from central government അല്ലെങ്കിൽ സെൻട്രൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഒഫീഷ്യൽസ്. ഇനി ഒരു ടൈപ്പും കൂടെ ഉണ്ട്, അതാണ് അവയർനെസ് ഒബ്സർവേഴ്സ് എന്ന് പറയുന്നത്. ഇത് 2014 ലോക്സഭാ ഇലക്ഷനിലാണ് ആദ്യമായിട്ട് ഈ അവയർനെസ് ഒബ്സർവേഴ്സ് വരുന്നത്. പേരിൽ നിന്ന് തന്നെ അറിയാം, അവയർനെസ് കൂട്ടാൻ വേണ്ടിയുള്ള ഒബ്സർവേഴ്സ്. അതായത് ജനങ്ങൾക്കും അതേപോലെ തന്നെ സ്ഥാനാർത്ഥികൾക്കും പൊളിറ്റിക്കൽ പാർട്ടീസിനൊക്കെ അവയർനെസ് നൽകാൻ വേണ്ടിയുള്ള ഒബ്സർവേഴ്സാണ് അവയർനെസ് ഒബ്സർവേഴ്സ്. ജനങ്ങൾക്ക് വോട്ടിങ്ങിൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കുന്ന ഒബ്സർവേഴ്സാണ് ശരിക്കും അവയർനെസ് ഒബ്സർവേഴ്സ് എന്ന് പറയുന്നത്. ശരിക്കും വോട്ടിങ്ങിനെയും കാട്ടി മഹത്തരമായ മറ്റൊരു പ്രവൃത്തി ഇല്ല എന്നൊക്കെയായിരുന്നു കഴിഞ്ഞ വർഷത്തേക്ക് ഇലക്ഷൻ്റെ തീം തന്നെ. ദേ വർ ഡിപ്ലോയിഡ് ഇലക്ഷൻ്റെ തീമല്ല, നമ്മുടെ നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ തീമായിരുന്നു. They were deployed for first time in the 16th Lok Sabha elections 2014 to oversee the efficient and effective management of the electoral process at the field level, mainly in respect of voter awareness and facilitation. They also monitors the problem of paid news. ഈ പെയ്ഡ് ന്യൂസുമായി ഉള്ള കാര്യങ്ങളും അവരാണ് മോണിറ്റർ ചെയ്യുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന നോർമൽ രീതികളിലുള്ള പ്രചരണം മാത്രം ഉണ്ടായിരുന്നുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ ഒന്നും അവർ മോണിറ്റർ ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം നിലവിൽ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ കൂടെയുള്ള പ്രചരണം മോണിറ്റർ ചെയ്യാറുണ്ട്. ഈ ഒബ്സർവേഴ്സ് ഉൾപ്പെടെയുള്ള പല ഉദ്യോഗസ്ഥരും മോണിറ്റർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. വളരെ നന്നായിട്ട് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇലക്ഷൻ കമ്മീഷൻ. താങ്ക് യു.